Welcome all at another episode of Rajani at Kitchen. വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാടൻ വിഭവമായ ഒരു പാവയ്ക്ക റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോയുടെ അവസാനം വരെയും ഫോർവേഡ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇതിന് പറ്റിയ പാവയ്ക്കയുടെ കയ്പ്പ് മാറാൻ വേണ്ടി കുട്ടികളടക്കം നമ്മൾക്ക് പാവയ്ക്ക കഴിക്കണം എന്നുള്ള ആഗ്രഹമുള്ള രക്ഷിതാക്കളുണ്ടാവും. അവർക്ക് പ്രയോജനകരമാവുന്ന എന്തെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ പാവയ്ക്ക കുഞ്ഞുങ്ങളെ കഴിപ്പിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് വളരെ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് കണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് കാണിച്ചു, എങ്ങനെയാണ് ഞാനിത് അരിഞ്ഞെടുത്തത് എന്നുള്ളതൊക്കെയാണ് ഞാനിപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നീളത്തിൽ തന്നെ അരിയുക, പച്ചമുളകാണെങ്കിലും സവോള ആൻഡ് നമ്മുടെ പാവയ്ക്ക. അപ്പോൾ ഇതെല്ലാം നീളത്തിൽ തന്നെ അരിയുക. പിന്നെ ഈ പാവയ്ക്ക ക്ലീൻ ചെയ്യേണ്ട ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പാവയ്ക്ക പൊതുവേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിനകത്ത് എന്തായാലും അഴുക്കുകളുണ്ടാവും. കാരണം ഈ പാവയ്ക്കയുടെ മുകളിൽ വേറൊരു തൊലിയോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ആ സ്കിന്നൊന്നും നമ്മൾ മാറ്റാതെ നമ്മൾ എന്തായാലും ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ പൊടി കളയാൻ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഈ പാവയ്ക്കയുടെ പുറത്ത് നന്നായി തേച്ച് പിടിപ്പിച്ചൊരു 10 മിനിറ്റ് ഞാൻ വയ്ക്കും. എന്നിട്ട് നന്നായി വാഷ് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ആ മെത്തേഡ് ഉപയോഗിക്കുന്നവർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ സവോളയും സെയിം ടൈപ്പിലൊരു നീളത്തിൽ തന്നെയാണ് ഇതെല്ലാം അരിഞ്ഞെടുക്കുന്നത്. പ്ലസ് പച്ചമുളകിട്ട് ഞാനിതിൽ മുളക് പൊടി മറ്റ് മസാലകളൊന്നും മിക്സ് ചെയ്യാതെയാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവർക്ക് ചെയ്യാൻ പറ്റും. പുതുതായിട്ട് ഈ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യപ്പെട്ട് വരുന്ന എല്ലാ സ്ത്രീകൾക്കും അല്ലെങ്കിൽ അനിയത്തിമാർക്കും ഒക്കെ പ്രയോജനമാവും ഇങ്ങനെയൊരു റെസിപ്പിയും. വെറൈറ്റി ആയിട്ട് നമ്മൾക്ക് ഓരോ ദിവസവും എന്തൊക്കെ ഉണ്ടാക്കാം എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇന്നത്തെ കാലത്ത് യൂട്യൂബ് വളരെയധികം ഈ കുക്കിങ്ങിലോട്ട് വരുന്നവർക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അങ്ങനെ ഒരു പാവയ്ക്ക എങ്ങനെ മടുപ്പ് കൂടാതെ അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട് കൊണ്ട് നമുക്ക് പാവയ്ക്കയെ സമീപിക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് തന്നെ നമ്മൾക്ക് മറ്റ് തോരനും ഉപ്പേരിയും ഒക്കെ കഴിക്കുന്ന പോലെ പാവയ്ക്കയും നമുക്ക് ടേസ്റ്റിയാക്കി കഴിക്കാം. അപ്പോൾ ഞാൻ ഒരു 4-5 ടീസ്പൂൺ സവോള ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ വെള്ളം ഒഴിക്കാതെ തന്നെയാണ് ഞാൻ പാവയ്ക്ക കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ ഒരു അളവിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ ഒരു 4-5 ടീസ്പൂണോ ടേബിൾ സ്പൂണോ അത് ഓരോരുത്തരുടെ ഹെൽത്ത് വൈസ് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. നോൺ സ്റ്റിക്ക് പാനിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ പേടിക്കാനില്ല. അപ്പോൾ അതേപോലെ സെറാമിക് പാനിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വലുതായി അടിപിടിക്കില്ല. അപ്പോൾ മറ്റുള്ള പാത്രങ്ങളിലാകുമ്പോൾ വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ സവോള ഇട്ടു വഴറ്റി. അപ്പോൾ ഒരുപാട് വഴറ്റി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പച്ചമുളക് ചേർക്കണം. അപ്പോൾ ആദ്യം തന്നെ സവോളയും പച്ചമുളകും ചേർക്കണ്ട. നമുക്ക് പച്ചമുളകിൻ്റെ ആ ഗ്രീനിഷ് ഇത്തിരി കളർ നമുക്ക് വരണം. അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ് കിട്ടണം എന്നുണ്ടെങ്കിലും നമുക്ക് ഈ സമയത്ത് വഴറ്റി വന്ന് ഒരു ട്രാൻസ്പെറൻറ്റ് കളറായി സവോള എന്ന് തോന്നുമ്പോൾ മാത്രം നമുക്ക് ചേർക്കാം. ഉപ്പൊന്നും ഞാനിപ്പോൾ ആദ്യം തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ഇനി പച്ചമുളകും ഒന്ന് ഫ്രൈ ആയി വരട്ടെ. പിന്നെ കറിവേപ്പില ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, നിർബന്ധമില്ല. ഞാനത് ചേർക്കുന്നില്ല. 3 ഇൻഗ്രീഡിയൻസ്. പിന്നെ ഉപ്പ് എന്തായാലും ഇല്ലാതെ പറ്റില്ല, എണ്ണയില്ലാതെ ഫ്രൈ ചെയ്യാം പാനിലൊക്കെ. എങ്കിലും വെളിച്ചെണ്ണയുടെ ഫ്ലേവർ നല്ലൊരു, അതുപോലെ ഇതിൻ്റെ കയ്പ്പ് കുറയ്ക്കാനും നമ്മുടെ ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചെയ്യുമ്പം സഹായിക്കും. അതേപോലെ പാവയ്ക്കയുടെ കയ്പ്പ് മരം കുട്ടികളൊന്നും കഴിക്കുന്നില്ല എന്നുള്ളൊരു പരാതിക്കാർക്ക് ഇപ്പം നമ്മൾ പാവയ്ക്ക പൊതുവേ കഴിക്കുന്നത് നമ്മൾ ഷുഗർ പേഷ്യൻസിന് ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ പഞ്ചസാര അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഈ ഷുഗർ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് പഞ്ചസാര ഒരു 1/2 ടീസ്പൂൺ വരെ ആഡ് ചെയ്യാം. അതല്ല ഹെൽത്ത് വൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ശർക്കര 1/2-1/4 ടീസ്പൂൺ വരെ ശർക്കര ചേർക്കാം. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളൊരു ടിപ്പ്. അപ്പോൾ സവോള നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം ഗ്രീനിഷായിട്ട് തന്നെ നമ്മുടെ പച്ചമുളകും കിടപ്പുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നല്ല നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക, എന്നാൽ ഒരുപാട് കനം പാടില്ല. ഫൈനായിട്ട് നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുത്ത നമ്മുടെ പാവയ്ക്ക ചേർക്കുവാണ്. അപ്പോൾ അങ്ങനെ ചേർത്തെടുത്തിട്ട് സവോള നല്ലവണ്ണം ഈ പാവയ്ക്കയുടെ മേലിലേക്ക് കോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ പാവയ്ക്കയുടെ മേലോട്ടും തിരിച്ചിട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും സവോള, പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ചേർക്കാം. അതിന് കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെന്നില്ല. ഇതിന് വലിയ മസാലകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പാവയ്ക്ക നമുക്ക് ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ ഒരുപാട് റെസിപ്പിയുണ്ട് പാവയ്ക്ക വെച്ചിട്ട്. പക്ഷെ പാവയ്ക്ക എപ്പോഴും എല്ലാവരും ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്, കയ്പ്പാണ്. അപ്പോൾ ഇതൊരു കറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേരെ ആരും കഴിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള പരാതിയൊക്കെ തോന്നുന്നവർക്ക് കുറച്ച് ശർക്കര അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരെ അത് സുഖമായി കഴിച്ചോളും. അപ്പോൾ അതൊരു വിഷയമേ ആവുന്നില്ല. ഞാനൊക്കെ ആണെങ്കിൽ പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മാത്രം കൂട്ടി കഴിയുന്ന, വളരെ കുഞ്ഞുനാൾ മുതലേ എനിക്ക് പാവയ്ക്ക വലിയ ഇഷ്ടമാണ്. അത് മാത്രം മതി. പിന്നെ സാമ്പാറും മറ്റു എന്ത് കറിയും ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പാവയ്ക്ക മെഴുക്ക് പുരട്ടി മാത്രം കൂട്ടി ഞാൻ ഊണ് കഴിക്കും. ഇപ്പോഴും എനിക്കും ഇഷ്ടമാണ് പാവയ്ക്ക. അപ്പോൾ കുഞ്ഞുനാളിലെ ഇപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് അതിനോടുള്ള ഇഷ്ടം, താല്പര്യം എന്താണെന്ന് മനസ്സിലാവും. അപ്പം ഒരിക്കലും നമ്മൾ വാങ്ങാതെ പാവയ്ക്ക കയ്പ്പാണല്ലോ, പിന്നെ കഞ്ഞിവെള്ളത്തിലിടാം ഇത് കുറച്ച് നേരം കഞ്ഞിപ്പോൾ ഇത് പാവയ്ക്ക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം കുറച്ച് കയ്പ്പൊക്കെ ഉള്ള ഒരു വെജിറ്റബിളാണ് എന്നുള്ളത്. പിന്നെ എന്തിനാണ് നമ്മൾ ആ കയ്പ്പിനെ രുചിച്ചറിയാതെ അങ്ങ് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മറ്റ് മാർഗങ്ങളൊക്കെ ഇതിൻ്റെ കയ്പ്പ് മാറ്റാൻ നോക്കുന്നത്? തീർച്ചയായും നമ്മൾ ആ പാവയ്ക്കയുടെ യഥാർത്ഥ ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തിരിച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. മൂടി വെച്ച് വേവിക്കേണ്ട, വെള്ളം ഒഴിക്കരുത്. വെളിച്ചെണ്ണയിൽ തന്നെ ആവശ്യമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഫ്രൈയിങ് പാനിലോ മീൻസ് നമ്മുടെ സെറാമിക് പാനിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിലോ ഉപയോഗിക്കുന്നവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്തു. അപ്പോൾ ഇനി ആവശ്യം ഉണ്ടെങ്കിൽ ചേർക്കാം. എങ്കിലും ഞാൻ ഇത്രത്തോളം ഉപയോഗിക്കുന്നുള്ളൂ. ഏകദേശം ഒരു 8 ടീസ്പൂൺ വരെയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അത് നല്ലൊരു ഈ വെളിച്ചെണ്ണയിൽ തന്നെ മൊഴിഞ്ഞ് വരുമ്പം ആറിയതിന് ശേഷം ഈ റെസിപ്പി പാവയ്ക്കയിൽ ഈ സവാളയ്ക്കൊരു മധുരമുണ്ടല്ലോ, അതിന് ആ സവാളയുടെ മധുരം ഈ പാവയ്ക്കയിൽ കൂടെ ഒന്ന് മിക്സായി വരുമ്പോൾ തീർച്ചയായും ഈ പാവയ്ക്കയുടെ കയ്പ്പ് അത്ര അറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ചൊക്കെ കഴിച്ചു നോക്കുമ്പോൾ, ഇപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കഴിച്ചു നോക്കുമ്പോൾ പാവയ്ക്കയ്ക്ക് നല്ല കയ്പ്പാണല്ലോ എന്ന് തോന്നും. ഇത് മുഴുവനായും നമ്മൾ വേവിച്ച് കഴിഞ്ഞ്, അതായത് ഇങ്ങനെ തിരിച്ചിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നല്ലവണ്ണം റെസിപ്പി ആറിയതിന് ഇപ്പം നമ്മൾ രാവിലെയൊക്കെ അത് ഉണ്ടാക്കുകയാണെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്കും ഈ സവോളയുടെ മധുരം ഈ പാവയ്ക്ക വലിച്ചെടുത്ത് നല്ല അടിപൊളി റെസിപ്പിയായി മാറും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഇങ്ങനെ ഒരു ചാനലുണ്ടെന്നും അത് ഫോർവേഡ് ചെയ്ത് കാണാനും സജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു പുതിയ റെസിപ്പി നമുക്ക് മിക്കവാറും നമ്മൾ ഉണ്ടാക്കുന്നത് മുളക് പൊടി ഇട്ടിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ പച്ചമുളക് ഇട്ടിട്ടുള്ള നമ്മുടെ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അത്ര മാത്രമേ ഉള്ളൂ ഇതിലേറ്റവും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ പാവയ്ക്ക റെസിപ്പി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.